ശരീരഭാരം കുറയ്ക്കുന്നതിന് അഥവാ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിന് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള, അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യുക. ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇടയ്ക്ക് സംസാരമില്ല, ഒന്നുമില്ല. ആ മാറുന്ന അനുസരിച്ച് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം. ഓക്കെ, ചെയ്തു തുടങ്ങാം. യെസ്, റെഡിയാകുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. സിമ്പിൾ ജോഗിങ് വാക്ക് 30 സെക്കൻഡ് നേരമാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അടുത്തത് കൈകൾ അരക്കടി സപ്പോർട്ട് കൊടുക്കുക. കാലുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അടുത്തത് കാലുകൾ അങ്ങനെ തന്നെ വയ്ക്കുക. ഇപ്പോൾ കാലുകൾ ക്രോസ് ചെയ്ത പോലെ തന്നെ ക്രോസ് ചെയ്യുക. അതിനോടൊപ്പം കൈകൾ പുറകോട്ട് വലിക്കുക. കാലുകൾ ക്രോസ് ചെയ്യുക, ഒപ്പം കൈകൾ പുറകോട്ട് വലിക്കുക. മനസ്സിലായില്ലേ? ചെയ്തു തുടങ്ങാം. കമോൺ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അടുത്തത് കൈകൾ വിരിച്ചു പിടിക്കുക. എന്നിട്ട് ഓരോ കൈകളെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ അത് തന്നെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. വീണ്ടും ജോഗ് ചെയ്യുക. ഇതേപോലെ ജോഗ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അടുത്തത് കാലുകൾ അല്പം അകത്തി വയ്ക്കുക. കൈകൾ മുകളിലേക്കും താഴേക്കും പൊക്കുക, താഴ്ത്തുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. റെഡിയല്ലേ? കമോൺ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3
2 1. അടുത്തത് കാലുകൾ അല്പം കൂടി അകത്തി വയ്ക്കാം. എന്നിട്ട് ഇരുവശങ്ങളിലേക്കും കൈകൾ പൊക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. Come on. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 9 8 7 6 5 4 3 2 1. വീണ്ടും ജോഗ് ചെയ്യുക. അതായത് നമുക്ക് ചെയ്ത് ക്ഷീണം തോന്നുമ്പോൾ, ബുദ്ധിമുട്ട് തോന്നുമ്പോഴൊക്കെ വീണ്ടും നമ്മൾ തിരിച്ച് ജോഗിങ്ങിലേക്ക് വരിക. ഒരു 30 സെക്കൻഡ് നേരം ജോഗ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ അടുത്തത് ചെയ്യാനുള്ള എനർജി വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. Come on. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2. ഓരോ കാലായിട്ട് ഉയർത്തുക. ഓപ്പോസിറ്റ് കൈ കൊണ്ടുവന്ന് ആ കാലിൽ തൊടുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2 1. കാലുകൾ അല്പം അകത്തി വയ്ക്കുക. കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടിപ്പിടിക്കുക. വിരിക്കുക, അടുപ്പിക്കുക, വികസിപ്പിക്കുക, അടുപ്പിക്കുക. ഒരു 20 എണ്ണം ചെയ്യാം. റെഡി? കം ഓൺ. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2 1. വീണ്ടും ജോഗ് ചെയ്യാം. 30 സെക്കൻഡ് നേരം ജോഗ് ചെയ്യാം. Come on. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 10 9 8 7 6 5 4 3 2 1. ഓക്കെ. കാലുകൾ വീണ്ടും അല്പം അകത്തി വയ്ക്കുക. കൈകൾ കോർത്തു പിടിക്കുക. ഇങ്ങനെ കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് രണ്ട് കൈകളെയും ഒരുപോലെ മുകളിലേക്ക് വെക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, റെഡി? കം ഓൺ, സ്റ്റാർട്ട്. യെസ്. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. Last 10. 10 9 8 7 6 5 4
3, 2, 1. ഓക്കെ, കൈ താത്തിയിടുക. വീണ്ടും ജോഗ് ചെയ്യാം. 30 സെക്കൻഡ് ജോഗിങ്. കമാൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അടുത്തത് കാലുകൾ അല്പാകത്തി വയ്ക്കുക. എന്നിട്ട് കൈകൾ വശങ്ങളിലേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്യുക. വശങ്ങളിലേക്ക് പഞ്ച് ചെയ്യുക. കമോൺ, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വീണ്ടും ജോഗ് ചെയ്യുക. 30 സെക്കൻഡ് ജോഗ് ചെയ്യുക. കമാൺ, വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സ്ലോയിൽ ചെയ്താൽ മതി. കമാൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, വീണ്ടും കാലുകൾ അകത്തി വയ്ക്കുക. ഓരോ കൈയായിട്ട് മുകളിലേക്ക് പൊക്കുക, താഴ്ത്തുക. കമാൺ, വീഡിയോ നോക്കി ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Last 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, വീണ്ടും ജോഗ് ചെയ്യുക. 30 സെക്കൻഡ് ജോഗ് ചെയ്യുക. ഈ ജോഗിങ് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ല വ്യായാമമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പുറത്തിറങ്ങി നടക്കണ്ട. നമുക്ക് ഇതുപോലെ വീട്ടുമുറ്റം ഉണ്ടെങ്കിൽ അവിടെ നടക്കാം. അതല്ലെങ്കിൽ റൂമിനുള്ളിൽ നടക്കാം. മഴയോ മഞ്ഞിനെയോ ഒന്നും പേടിക്കണ്ട, വെയിൽ പേടിക്കണ്ട, സുഖകരമായ രീതിയിൽ നടക്കാം. അപ്പോൾ ആ നടക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും. നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും. കാരണം നമ്മളിവിടെ പറയുന്നു, പല രീതിയിലാണ് നമ്മൾ കാലുകളെ ചലിപ്പിക്കുന്നത്. നടക്കുമ്പോൾ, റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ ഒരൊറ്റ ആക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ ജോഗ് ചെയ്യുമ്പോൾ കാലുകളെ അല്ലെങ്കിൽ ശരീരത്തെ നാനാവിധത്തിൽ ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ജോഗിങ്ങിന്റെ ഗുണം. ഓക്കെ, നന്നായിട്ട് ചെയ്യുക, നല്ലോണം ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് 10 സെക്കൻഡ്സ് ചെയ്യാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാലുകൾ അല്പാകത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് മുൻപോട്ട് പഞ്ച് ചെയ്യുക. കൈകളെ ഓരോന്നായിട്ട് മുമ്പോട്ട് പഞ്ച് ചെയ്യുക. ഇങ്ങനെ അത് തന്നെ. കമാൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7,
6, 5, 4, 3, 2, 1. വീണ്ടും നേരെ വരിക. സിമ്പിൾ ജോഗിങ്. 1. Come on. വീഡിയോ നോക്കി ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, കൈകൾ വീണ്ടും അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നടക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അരക്കെട്ടിൽ കൈ സപ്പോർട്ട് കൊടുത്തിട്ട് ഓരോ കാലിനെ വശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, തിരിച്ച് സെന്ററിലേക്ക് വരുന്നു. ഇതാണ് ചെയ്യുന്നത്. നോക്കി ചെയ്യുക, വീഡിയോ നോക്കി ചെയ്യുക. ആദ്യം അത് നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് അതുപോലെ തന്നെ ചെയ്യുക. സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? കമോൺ, ചെയ്തു തുടങ്ങാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വീണ്ടും നടക്കുക, ജോഗ് ചെയ്യുക. അതായത് നമ്മൾ രാവിലെയാണോ വൈകിട്ടാണോ എപ്പോഴാണ് ചെയ്യുന്നതെങ്കിലും ഈ ജോഗിങ്ങും, അതായത് ഞാനിപ്പോൾ ഈ കാണിച്ച വീഡിയോ മുഴുവനും 20 മിനിറ്റ് എങ്കിലും മിനിമം ചെയ്താലേ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് അല്ലെങ്കിൽ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അത് ഉരുകി പോകണമെങ്കിൽ അത്രയും സമയം ചെയ്യണം. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്താൽ അത്ര റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ എത്രയോ നമ്മൾ മിനിമം 20 മിനിറ്റെങ്കിലും ചെയ്താൽ, അത് എല്ലാ ദിവസവും ചെയ്താൽ, അല്ലാതെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ ഒന്നും മാറ്റം ഉണ്ടാവില്ല. ഒപ്പം ഭക്ഷണ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. പൊരിച്ചത്, വറുത്തത് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, ഫാറ്റ് കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റ് അതായത് ചോറിന്റെ അളവ് കുറയ്ക്കുക, മിതമായ രീതിയിൽ എല്ലാം കഴിക്കാം. നന്നായി കഴിക്കുക. അത് വെജോ നോൺ വെജോ എന്തും ആകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, പക്ഷെ മിതമായിരിക്കണം. അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, നന്നായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ഈ ജോഗ് ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യണം അത്. അതിനുശേഷം അതുപോലെ തന്നെ പ്രാണായാമം നന്നായിട്ട് ചെയ്യാം. അപ്പോൾ നന്നായി അധ്വാനിച്ചാൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ലാസ്റ്റ് 10 സെക്കൻഡ്സ് ചെയ്യാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അടുത്തത് നമ്മുടെ ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനുള്ള ഒരു എക്സസൈസ് ആണ്. കാലുകൾ അല്പാകത്തി വയ്ക്കുക, 2 കൈകളെയും മുന്നിൽ കൊണ്ടുവരിക, എന്നിട്ട് വി ഷേപ്പിൽ കൈകൾ ഉയർത്തുക. അത്ര മതി. ചെയ്യാം. കമോൺ, വീഡിയോ നോക്കി ചെയ്യുക. കമോൺ. 1, സ്ലോ ചെയ്താൽ മതി. 2, 3, 4, 5, 6, 7, 8, 9, 10. Last 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അവിടെ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളമായി. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി കളയരുത്. ചെറിയ 1-2 സ്ട്രെച്ചിങ്സ് കൂടി ചെയ്യണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഇടത് കൈ അരക്കെട്ടിൽ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, വലത് കൈ ചെവിയോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇടത് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ആകുന്നത്ര ചരിഞ്ഞു കൊടുക്കുക. ഒരുപാട് ചരിയരുത്, നിങ്ങളുടെ സുഖകരമായ രീതിയിൽ. ഞാനിവിടെ 5 സെക്കൻഡ് എണ്ണിത്തരാം, അതുവരെ നിൽക്കുക. 5, 4, 3, 2, 1.
പതിയെ നേരെ വരിക. വലത് കൈ അരക്കടി സപ്പോർട്ട് കൊടുക്കുക. ഇടത് കൈ ചെവിയിൽ ചേർക്കുക. വലത്തോട്ട് ചെരിഞ്ഞു കൊടുക്കുക. 5 4 3 2 1. പതിയെ നേരെ വരിക. കാലുകൾ വീണ്ടും അല്പം അകത്തി വെച്ചാൽ മതി. ഒരു ചേർത്ത് വയ്ക്കരുത്, കുറച്ചകത്തി വയ്ക്കുക. ഒരടി അകലത്തിൽ വയ്ക്കുക. കാരണം ബോഡി ബാലൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. കൈകൾ രണ്ടും കോർത്ത് പിടിക്കുക. വിരലുകൾ കോർത്ത് പിടിക്കുക. നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. വലിച്ചു പിടിക്കുക. നല്ല സ്ട്രെച്ച്. ശരീരത്തിന്റെ ഇരുവശങ്ങൾക്കും നല്ല വലിവ് കിട്ടുന്ന രീതിയിൽ വലിച്ചു പിടിക്കുക. എന്നിട്ട് പതിയെ തല ഉയർത്തി ആ കൈയിന്റെ പുറം ഭാഗത്തേക്ക് നോക്കുക. അപ്പൊ കഴുത്തിനും വ്യായാമമായി, മുതുകിന് വ്യായാമമായി, കൈകൾക്ക് വ്യായാമമായി. അരക്കെട്ടിനൊക്കെ നല്ല അയവ് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ഓക്കെ, പതിയെ കൈകൾ അയച്ചിട്ട് നേരെ താഴ്ത്തി കൊണ്ടുവരിക. ഓക്കെ, ഇനി ഒന്ന് ചരിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിന്നിട്ട് കൈകൾ രണ്ടും അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക. കൈകൾ രണ്ടും അരക്കെട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ പുറകോട്ടൊന്ന് ചെറുതായിട്ട് വളയാണ്. വീണ് പോകരുത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഓക്കെ, കാൽമുട്ട് വേണമെങ്കിൽ അല്പം ബെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പുറകോട്ടൊന്ന് വളയുക. യെസ്, അത്ര തന്നെ. അവിടെ നിൽക്കട്ടെ. 5 4 3 2 1. പതിയെ നേരെ വരിക. ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഈ ഒരു ആസനം സ്ത്രീകൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഓരോ ജോലിക്ക് ശേഷവും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നടുവേദന എന്നൊന്ന് ഉണ്ടാവുകയില്ല. പാത്രം കഴുകൽ, തുണിയലക്കൽ, മുറ്റമടിച്ചു വാരൽ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിൽ കുറെ നേരം മുന്നോട്ട് കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നവർ, നമ്മൾ അങ്ങനെയല്ലേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നവർ ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ ഇടവേള കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് പതിയെ ഒന്ന് വീണ് പോകാത്ത രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് നടുവേദനയോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. ശാരീരിക സുഖം കിട്ടും. അപ്പൊ അത് ചെയ്യാം. ഇനി പതുക്കെ നേരെ വരാം. നേരെ വന്നിട്ട് നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. വെറുതെ കൈകൾ ഉയർത്തുക. ചുമ്മാ ലേസിയായിട്ട് കൈകൾ ഇങ്ങനെ ഉയർത്തുക, അതുപോലെ താഴ്ത്തുക. ഓക്കെ, 10 സെക്കൻഡ് ചെയ്താൽ മതി. 10 കമാൺ 9. വളരെ ഈസി ആയിട്ട് ചെയ്യുക. ഡൗൺ 8. down 7 down 6 down 5 down 4 down 3 down 2 down 1 down. ഓക്കെ, ഈ വ്യായാമം കൂടി കഴിഞ്ഞാൽ ചെറിയൊരു മെഡിറ്റേഷൻ വേണം. അത് നിലത്തിരുന്ന് ചെയ്യാൻ 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നിലത്തിരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നിന്നുകൊണ്ട് തന്നെ ചെയ്യാം. കാലുകൾ ചേർത്ത് വയ്ക്കുക, കൈകൾ തൂക്കിയിടുക, കണ്ണടച്ച് നിൽക്കുക, ശരീരത്തെ മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഞാൻ പറയുന്ന ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ആദ്യം തല വ്യക്തമായി കാണാമല്ലോ, കണ്ണടച്ചുകൊണ്ട് വേണം. മുഖം മുഴുവൻ, കഴുത്തിന്റെ ഭാഗം, വലത് തോള്, ഇടത് തോള്, വലത് കൈ മുഴുവൻ, ഇടത് കൈ മുഴുവൻ, നെഞ്ചിന്റെ ഭാഗം, വയറിന്റെ ഭാഗം, അരക്കെട്ട്, വലതുകാൽ മുഴുവൻ, ഇടതുകാൽ മുഴുവൻ, ശരീരം മുഴുവനായി ഒന്ന് കാണുക. നട്ടെല്ല്, മുതുകിലെ പേശികൾ, കഴുത്തിന്റെ പിൻഭാഗം, തലയുടെ ഉൾഭാഗം, തലച്ചോറ് ഒന്ന് വ്യക്തമായി കാണാൻ പറ്റുമോ നോക്കുക. ഒരു ചിത്രത്തിൽ എന്ന പോലെ കാണണം. നമുക്ക് ധാരാളം ഊർജം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ഒരു ദിവസത്തെ പ്രവർത്തികൾ മുഴുവൻ ചെയ്യാനുള്ള എല്ലാ ഊർജവും നമ്മൾ തന്നെ നേടിയെടുത്തിരിക്കുകയാണ്. ആ ഊർജം നമ്മുടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ആ ഊർജം അങ്ങനെ നിലനിൽക്കട്ടെ. മനസ്സുകൊണ്ട് എല്ലാവരോടും ഒരു നന്ദി പറയുക. എല്ലാവർക്കും ഒരു നന്ദി പറയുക. നമ്മളെ നേരിട്ടും അല്ലാതെയും സഹായിക്കുന്നവർക്ക്.
എല്ലാവരോടും മനസ്സുകൊണ്ട് നന്ദി പറയുക. ഓക്കെ, ഇനി പതിയെ കണ്ണു തുറക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഇത് എല്ലാ ദിവസവും ചെയ്യാൻ നിങ്ങൾക്ക് ഈശ്വരൻ അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ശുഭദിനം.